ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കയ്യിലുള്ളത് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് നെയ്യുമാണ് ചേർത്തത്. ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ കോളിഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാടാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് കോഴിമുട്ടയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ നമുക്കിതൊന്ന് കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളിപ്പം ചേർക്കണ്ട, അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4-5 സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം സോയാ സോസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കിയിട്ടിട്ടുള്ള ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ കുറച്ച് പൊരിച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ, ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ. അതിനുശേഷം നമുക്കൊരു 90% വെന്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസാണ് വേവിച്ചെടുത്തത്, ഞാൻ വേറെ തന്നെ വേവിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഈ ഒരു വെജിറ്റബിളിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റോളം അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കാം. താങ്ക്